നിർത്ത. അതാരാടാ വാർപ്പിന്റെ അടിയില്? ചോദിച്ചത് കേട്ടില്ലേ? എവിടുന്നാടാ കഴിവറ മോനെ ഇത് എടുത്തുകൊണ്ട് വരുന്നേ? ഇത് തമ്മനത്തെ നാരായണമേനന്റെ മുത്തച്ഛ. ഏണം കേട്ടവനെ, ഈ മംഗലത്തെ മൂപ്പിൽ നായർക്ക് ഇവിടെ ഒരു സദ്യ നടത്താൻ തമ്മനത്തെ മേനോന്റെ വാർപ്പ് വേണോടാ? ഞാന് ആഹാ, നാരായണൻകുട്ടി നീയായിരുന്നോ? നിന്നോട് ആരാടാ കഴുതേ ഇതും താങ്ങി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഇന്ന് അച്ഛന്റെ പിറന്നാളല്ലേ അച്ഛ? ക്ഷണിച്ചിട്ടും ക്ഷണിക്കാണ്ട് 100 കണക്കിന് ആളുകളാ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഉണ്ണാൻ വരുന്നത്. അവർക്ക് ഇത്തിരി പായസം ഉണ്ടാക്കാൻ വേണ്ടി. അച്ഛനെ വിട്ടേ. അച്ഛനെന്നെ വിളിച്ചോ? നീ അതെടുത്ത് വിറ്റു അല്ലടാ? ഏതാ അച്ഛ? നിന്റെ അമ്മയുടെ നായല്ലേ ഈ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ഇതിനേക്കാൾ വലിയ വാർപ്പ്? അതെടുത്ത് വിറ്റോന്ന്. അയ്യോ, വിറ്റതല്ല, വേറൊരു സദ്യക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തതാ. ഞാനത് ഇപ്പൊ പോയി മേടിച്ചു. നിക്ക്. എന്ന് മുതലാടാ മൂപ്പിൽ നായര് കാരണവന്മാരുടെ വാർപ്പും തളികയും വാടകയ്ക്ക് കൊടുത്തു തുടങ്ങിയത്? അച്ഛനല്ല, ഞങ്ങളാ കൊടുത്തത്. എന്തോരം വലിയ വലിയ പാത്രങ്ങളാ ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് പൂത്തു പോകുന്നത്. വല്ലപ്പോഴും അടുപ്പിൽ കയറിയിരുന്ന ഒന്ന് നല്ലപോലെ ചൂടാകാൻ അതുങ്ങൾക്കും ഉണ്ടാവില്ല അച്ഛാ മോഹം. ഈ കിണ്ടിക്കും തലയ്ക്കും ഒക്കെ മോഹങ്ങളുണ്ടെന്ന് പറയാൻ അതുങ്ങളൊന്നും ചേട്ടന്റെ മക്കളൊന്നും അല്ലല്ലോ. അതേടാ, അച്ഛൻ ഉണ്ടാക്കിയ എന്തിനെ എന്റെ സ്വന്തം മക്കളെ പോലെ ഞാൻ നോക്കണത്. വാടകയ്ക്കല്ല അച്ഛാ കൊടുത്തത്. സദ്യ കഴിഞ്ഞാൽ അതല്ല ഇപ്പൊ എത്തും. വാടകയ്ക്കാ കൊടുത്തത് അച്ഛാ. ഒരു ദിവസത്തേക്ക് 500 രൂപ. ചേട്ടൻ കള്ളത്തരം പറഞ്ഞാലും ഇന്നത്തെ ദിവസം അച്ഛനോട് കള്ളത്തരം പറയാൻ എന്നെ കിട്ടില്ല. ഇന്ന് അച്ഛന്റെ പിറന്നാളല്ലേ? വെറുതെ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോ വാടകയ്ക്ക് കൊടുത്താൽ മതി നീ അല്ലേ പറഞ്ഞത്? അച്ഛൻ അറിയാതെ 34,000 രൂപയ്ക്ക് വിൽക്കാന്നല്ലേ ചേട്ടൻ പറഞ്ഞത്? അത് പാടില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്? അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ശരി, ക്ഷമിച്ചു എന്ന് പറയാൻ ഒരു കാര്യം